വരുന്ന എക്സാമിന് നമുക്കൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലോ? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ എന്നതിലുപരി ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും എന്താണ് ലൈസൻസിങ്, എന്താണ് ഫ്രാഞ്ചൈസിങ് എന്നറിയാം. പക്ഷേ അതിന് ഡിഫറൻസ് ചോദിക്കുന്ന സമയത്ത് അത് രണ്ടും ഒന്ന് തന്നെയല്ലേ, എന്താ ഇത്ര വലിയ ഡിഫറൻസ് ആയിട്ട് എഴുതാനുള്ളത് എന്നൊരു ചോദ്യം മനസ്സിലുണ്ടാവും. ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷന് നമുക്കൊരു ക്ലാരിറ്റി കൊടുത്താലോ? ആ കൺഫ്യൂഷൻ ഇപ്പം തീരണം. എങ്ങനെയാണെന്നല്ലേ, ആദ്യം നമുക്ക് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്താണെന്ന് നോക്കാം. ആദ്യം ഇവിടെ ലൈസൻസിങ് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. 2 ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. ഇവിടെ എന്താണ് പരസ്പരം കൈമാറുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ പാറ്റന്റ് അല്ലെങ്കിൽ വ്യാപാര രഹസ്യങ്ങൾ, അതും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ, ഇത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകുകയാണ്. എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിക്ക് ഇതൊക്കെ നൽകുകയാണ്. വെറുതെ നൽകുന്നതാണോ? അല്ല. ഇൻ റിട്ടേൺ അവരൊരു എമൗണ്ട് വാങ്ങിക്കുന്നുണ്ട്. തിരിച്ചെനിക്കൊരു എമൗണ്ട് തരണം എന്ന് പറയുന്നുണ്ട്. ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോയൽറ്റി. അപ്പോൾ ഒരു റോയൽറ്റിക്ക് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് അവരുടെ ട്രേഡ് രഹസ്യങ്ങൾ അല്ലെങ്കിൽ പാറ്റൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ലൈസൻസിങ് എന്നാണ് പറയുക. ഇത്തരം അനുമതി നൽകുന്ന സ്ഥാപനത്തിന് നമ്മൾ എന്ത് പറയും? ലൈസൻസർ എന്ന് പറയും. ഇത്തരം അവകാശങ്ങൾ നേടിയ സ്ഥാപനത്തിന് നമ്മൾ ലൈസൻസി എന്ന് പറയും. ചില സിറ്റുവേഷൻസിൽ ക്രോസ് ലൈസൻസിങ് ഉണ്ടാവാറുണ്ട്. എന്താ ക്രോസ് ലൈസൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് നോളജ്, ടെക്നോളജി ആൻഡ് പാറ്റേൺസ് ബിറ്റ്വീൻ ദ ഫേംസ് വിച്ച് ഈസ് നോൺ ആസ് ക്രോസ് ലൈസൻസിങ്. അതായത് ഇവർ തമ്മിൽ പരസ്പരം കൈമാറ്റങ്ങൾ ചെയ്യും. ഒരാൾ പേറ്റന്റ് കൊടുക്കുന്നു, ഒരാൾ ട്രേഡ് സീക്രട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിലും നമുക്കത് ലൈസൻസിങ്ങിൻ്റെ കേസിൽ പെടുത്താവുന്നതേ ഉള്ളൂ. ഇനി ഫ്രാഞ്ചൈസിങ് എന്താണെന്ന് അറിയണോ അല്ലേ? സോ അഗെയിൻ ഇറ്റ് ഇസ് എ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്. 2 ആൾക്കാർ തമ്മിലുള്ള കോൺട്രാക്ട് തന്നെയാണ്. പക്ഷേ എ ഫ്രാഞ്ചൈസർ ആൻഡ് എ ഫ്രാഞ്ചൈസി, നേരത്തെ നമ്മൾ ലൈസൻസറിനെയും ലൈസൻസിനെയും കണ്ടു. അതിനു പകരം ആരാണോ അത്തരത്തിലുള്ള പെർമിഷൻ കൊടുക്കുന്നത് ആ ആളെ ഫ്രാഞ്ചൈസർ എന്നും, ആർക്കാണോ പെർമിഷൻ കിട്ടുന്നത് ആ ആളെ ഫ്രാഞ്ചൈസി എന്നും നമ്മൾ പറയും. ഇവിടെ നോക്ക് 2 ഡിഫറൻസ് ഓൾറെഡി ആയി. എന്താണ് ലൈസൻസിങ് എന്നുള്ളതും അതിൻ്റെ പാർട്ടീസും. എഗെയിൻ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഫ്രാഞ്ചൈസിങ്, അതിൻ്റെ പാർട്ടീസും. സോ നമുക്കിവിടെ എന്തുണ്ട്? 2 ഡിഫറൻസ് ആയിട്ടുണ്ട്. Okay, that allows the business owner to use the licensor's brand and method of doing business to distribute products or services to customers. നേരത്തെ ഒരു പാറ്റന്റ് അല്ലെങ്കിൽ ട്രേഡ് സീക്രട്ട് മാത്രമായിരുന്നു. ഇവിടെ എൻറ്റയർ ബിസിനസ് തന്നെ പെർമിഷൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നോക്കി നടത്താം എന്നാണ് പറയുന്നത്. അതിനെയാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയാം. ഇനി അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. എന്താടാ? ഇനി അവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ആരാണ്? ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ആദ്യം നിങ്ങൾ എന്ത് എഴുതണം? എന്താണ് ലൈസൻസിങ് എന്ന് എഴുതണം. എങ്ങനെയാണ് നമ്മളത് എഴുതുക? കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ഇൻ വിച്ച് one firm grants access to its patents, trade secrets, technology to another firm in a foreign country for a fee. ഈ ഫീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോയൽറ്റി. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്? ലൈസൻസിങ് എന്താണെന്ന് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്തിലേക്ക് പോകണം? ഫ്രാഞ്ചൈസിങ്ങിലേക്ക് പോകണം. എഗെയിൻ സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് ലൈസൻസിങ് ആണ്. എന്താണ്? സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് ലൈസൻസിങ് ഇൻ വിച്ച് ഫ്രാഞ്ചൈസർ സെൽസ് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി ടു ദ ഫ്രാഞ്ചൈസി ബട്ട് ഓൾസോ ഇമ്പോസസ് സ്ട്രിക്റ്റ് റൂൾസ് ഓൺ ഫ്രാഞ്ചൈസി സോ ആസ് ടു ഹൗ ബിസിനസ് ഈസ് ടു ഡു ബിസിനസ് ഈസ് ടു ബി ഡൺ. ഓക്കെ, അതായത് സ്ട്രിക്റ്റ് ലൈസൻസിങ് പോളിസീസ്, കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് ലൈസൻസിങ് തന്നെയാണ് ഈ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ലൈസൻസിങ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. പക്ഷെ ഇവിടെ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് സർവീസസ് ആണ്. ഇവിടെ ആരൊക്കെയാണുള്ളത്? ലൈസൻസർ ആൻഡ് ലൈസൻസി ആണ്. ഇവിടെ ഫ്രാഞ്ചൈസർ ആൻഡ് ഫ്രാഞ്ചൈസി ആണ്. എക്സാമ്പിൾസ് ഇവിടെ മൈക്രോസോഫ്റ്റ് കാണാം, ആൻഡ് നമ്മുടെ ഫ്രാഞ്ചൈസിങ്ങിൽ നമുക്ക് KFC കാണാം.
അപ്പോൾ എത്ര പോയിന്റ്സ് ആയിട്ടുണ്ട്? 1 2 3 4 പോയിന്റ്സ് ഉള്ള ഒരു ഡിഫറൻസും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വിച്ച് മീൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 4 മാർക്കിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാറില്ല. അപ്പോൾ ഇതോടുകൂടി ലൈസൻസിങ് എന്താണ്, ഫ്രാഞ്ചൈസിങ് എന്താണ് എന്നുള്ള നിങ്ങളുടെ ഡൗട്ട് ഇവിടെ തീർന്നിട്ടുണ്ടാവണം. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ടു എൻറ്റർ ഇൻ ടു എൻ ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. അത് നമുക്കറിയാം. അപ്പോൾ അത് മനസ്സിൽ വെക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നമ്മുടെ എക്സാം പൊളിക്കണം.